അങ്ങനെ ഞങ്ങൾ ആദ്യമായി സീബ്രയെ ബ്രീഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ സീബ്രയെ കണ്ടീഷൻ ചെയ്യണം. അതിനു വേണ്ടി 2 ബേസിൻ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ വെള്ളം നിറച്ച് മെയിലിനെ വേറെയും ഫീമെയിലിനും വേറെയും ഇടണം. വെള്ളം നിറയ്ക്കുമ്പോൾ പകുതി പുതിയ വെള്ളവും പകുതി ഫിഷ് ടാങ്കിത്തെ വെള്ളവും ഒഴിക്കണം. സീബ്രക്ക് എടുക്കുന്ന ടാങ്കിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത്. അടുത്തതായി ഞങ്ങൾ ബ്രീഡ് ചെയ്യാനുള്ള സീബ്രയെ സെലക്ട് ചെയ്യുകയാണ്. ഗ്രീൻ വെയിൽ ടൈൽ സീബ്രയാണ് ബ്രീഡ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ 4 ഗ്രീൻ സീബ്രയാണുള്ളത്, 1 ഫീമെയിലും 3 മെയിലും. അപ്പോൾ ഞങ്ങൾ 3 മെയിലിനെ ഒരു ബേസിനിലേക്കും മറ്റൊരു ഫീമെയിലിനെ വേറൊരു ബേസിനിലേക്കും ഇട്ടു. ഇനി ഇവർക്ക് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കണം. അങ്ങനെ ഫീമെയിലിൻ്റെ വയറ്റിന് നന്നായിട്ട് എഗ്ഗ് ലോഡാവും. സീബ്രയ്ക്ക് ഒറ്റ ബ്രീഡിങ്ങിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടും. ഈ സമയത്ത് ഞങ്ങൾ മൊയിനെയാണ് ഫീഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സീബ്രയെ കണ്ടീഷൻ ചെയ്യാനിട്ടിട്ട് 1 ആഴ്ച കഴിഞ്ഞു. ഫീമെയിലിൻ്റെ വയറ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ മെയിലിനും ഫീമെയിലിനും ഒരുമിച്ച് ഇടാൻ പോവുകയാണ്. ഇനി ഒരു ബേസിനിൽ ബ്രീഡിംഗ് കേജ് വെച്ചിട്ട് അതിലേക്കാണ് ഇവരെ ഇറക്കി വിടുന്നത്. ബ്രീഡിംഗ് കേജ് വെച്ചില്ലെങ്കിൽ ഇവർ തന്നെ എഗ്ഗ് തിന്നാൻ സാധ്യതയുണ്ട്. ഇത് സീബ്ര ബ്രീഡിങ്ങിൻ്റെ പാർട്ട് 1 ആണ്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നത് ഞങ്ങൾ പാർട്ട് 2 ആയിട്ട് കാണിക്കും. ഇതാദ്യമായാണ് ചെയ്യുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയുകയില്ല. നാളെ ഈ ടാങ്കിൽ സീബ്രയുടെ കുറേ മുട്ടകൾ കാണാൻ പറ്റും. അതെല്ലാം ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.